അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഒരു 2006 മുമ്പുള്ള ജനിച്ച എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡായിരിക്കും ഒരു വീഡിയോകോൺ എന്ന് പറയുന്നത്. അതിനുശേഷം ജനിച്ചവർക്കൊക്കെ അറിയാൻ ചാൻസ് കുറവായിരിക്കും. ഒരു 10-20% ആൾക്കൊക്കെ അറിയാൻ മതി, എന്നാലും കുറവായിരിക്കും. അപ്പോൾ വീഡിയോകോൺ എന്ന് പറയുന്നത് നമുക്കൊരു നൊസ്റ്റു തരുന്ന ഒരു ബ്രാൻഡായിരുന്നു. പലരുടെയും വീട്ടിലെ ആദ്യത്തെ TV തന്നെ അതായിരിക്കും. ആ ഒരു വീഡിയോകോണിന് എന്തു പറ്റി എന്നാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരു കാലത്ത് ഇന്ത്യയിലെ ഏതൊരു ഇലക്ട്രോണിക്സ് ഷോറൂമിൽ കയറിയാലോ വീഡിയോകോൺ TV വേണോ, വീഡിയോകോൺ വാഷിംഗ് മെഷീൻ വേണോ, വീഡിയോകോൺ റെഫ്രിജറേറ്റർ വേണോ എന്നായിരുന്നു ചോദിച്ചിരുന്നത്. അതായത് എവിടെ നോക്കിയാലും വീഡിയോകോൺ തന്നെയായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത്. ഒരു കാലത്ത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് കുടുംബങ്ങളുടെ വീട്ടിൽ വരെ നിറഞ്ഞു നിന്നിരുന്ന ഒരു ബ്രാൻഡായിരുന്നു വീഡിയോകോൺ. പക്ഷേ ഇന്ന് ഒരു പഴയ വീഡിയോകോൺ ടിവിയുടെ പരസ്യത്തിൽ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ഓർമ്മ. ഇത്രയും വലിയൊരു കമ്പനി എങ്ങനെ കടക്കണിയിലായി? എങ്ങനെയാണ് ഒരു ഇലക്ട്രോണിക് എംപയർ ആയിരുന്ന വീഡിയോകോൺ ഇൻസോൾവൻസിയിലേക്ക് പോയത് എന്ന് നമുക്ക് നോക്കാം. വീഡിയോകോൺ ഗ്രൂപ്പിന്റെ വളർച്ചയുടെ പിന്നിലെ പ്രധാന വ്യക്തിയായിരുന്നു വേണുഗോപാൽ എൻ ധൂത്. ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗിൽ ഫോക്കസ് ചെയ്ത വീഡിയോകോൺ വലിയൊരു ഇന്ത്യൻ കൺസ്യൂമർ ഇലക്ട്രോണിക് ബ്രാൻഡായി വളർന്നു. TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിരവധി പ്രോഡക്ട്സ്. പിന്നീട് കമ്പനി ഇലക്ട്രോണിക്സിൽ മാത്രം നിൽക്കാതെ ടെലികമ്മ്യൂണിക്കേഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്യൂമർ ഡ്യൂറബിൾ തുടങ്ങിയ പല മേഖലകളിലേക്കും കടന്നു. ഇവിടെയാണ് വീഡിയോകോണിന്റെ കഥയിലെ ഒരു പ്രധാന ടേണിംഗ് പോയിന്റ് വരുന്നത്. ഒരു ബിസിനസ് വളരുമ്പോൾ പല മേഖലകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു അവസരമാണ്, പക്ഷേ അതിന് ഒരു വലിയ റിസ്ക് കൂടിയുണ്ട്. കടമെടുത്ത് വളരെ വേഗത്തിൽ വളരുന്നത് വീഡിയോകോണിന്റെ കാര്യത്തിലും അതുതന്നെയായിരുന്നു പിന്നീട് വലിയൊരു പ്രശ്നമായി മാറിയത്. വീഡിയോകോൺ ഗ്രൂപ്പ് ഒരു ഘട്ടത്തിൽ ഒരു സാധാരണ ഇലക്ട്രോണിക് കമ്പനിയിൽ നിന്ന് വലിയൊരു ഡൈവേഴ്സിഫൈഡ് ബിസിനസ് ഗ്രൂപ്പായി മാറി. ടെലികോമിലേക്ക് പ്രവേശിച്ചു. ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയ്ക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. പല കമ്പനികളും അക്വസിഷനും എക്സ്പെൻഷനുകളും നടത്തി. പേപ്പറിൽ നോക്കിയാൽ ഇതൊരു വലിയ ബിസിനസ് എംപയർ തന്നെയായിരുന്നു. പക്ഷേ എക്സ്പാൻഷന് പണം വേണം. വലിയ എക്സ്പാൻഷൻ, വലിയ ഇൻവെസ്റ്റ്മെന്റ്, അതിനൊരു വലിയ ബോറോയിങ് നടത്തി. അങ്ങനെ വീഡിയോകോൺ ഗ്രൂപ്പിന്റെ ഫൈനാൻഷ്യൽ പ്രഷർ പതിയെ കൂടി തുടങ്ങി. പ്രശ്നം ഇലക്ട്രോണിക്സ് ബിസിനസ്സിൽ മാത്രം ഉണ്ടായിരുന്നില്ല, ഗ്രൂപ്പിന്റെ പല ബിസിനസ്സുകളും ഉണ്ടായിരുന്നു. ഫൈനാൻഷ്യൽ സ്ട്രെസ് ഒടുവിൽ മുഴുവൻ ഗ്രൂപ്പിനെയും ബാധിച്ചു. ഇന്ത്യയിലെ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് തന്നെ മാറുകയായി. പുതിയ ബ്രാൻഡ്സ് വന്നു. ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ശക്തമായി മാറി. സാംസങ്, LG പോലുള്ള ബ്രാൻഡ്സ് കൂടുതൽ ശക്തമായി. കൺസ്യൂമേഴ്സിന്റെ എക്സ്പെക്ടേഷൻസ് മാറി തുടങ്ങി. ടെക്നോളജിയും വളരെ വേഗത്തിൽ മാറി. ഒരു കാലത്ത് TV മാർക്കറ്റ് പോലും വലിയ പേരായിരുന്ന വീഡിയോകോണിന് പുതിയ കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റിൽ അതേ ഡോമിനൻസ് നിലനിർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഡെപ്റ്റായിരുന്നു. വളർത്താനെടുത്ത കടം തിരിച്ചടക്കാൻ കഴിയാതെ വന്നപ്പോൾ ഫൈനാൻഷ്യൽ പ്രഷർ വർദ്ധിച്ചു. ക്യാഷ് ഫ്ലോ പ്രശ്നങ്ങൾ, ലോൺ റീപേയ്മെന്റ്സ്, അതുപോലെ ഗ്രൂപ്പ് കോമ്പറ്റീറ്റേഴ്സിലെ ഫൈനാൻഷ്യൽ സ്ട്രെസ്, ഇവയെല്ലാം ചേർന്ന് വീഡിയോകോണിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. 2018 എത്തുമ്പോഴേക്കും സ്ഥിതി വളരെ ഗുരുതരമായി മാറി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വീഡിയോകോൺ ഇൻഡസ്ട്രീസിനെതിരെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഇൻസോൾവൻസി പ്രൊസീഡിംഗ്സ് ആരംഭിക്കാൻ അപേക്ഷ നൽകി. 2018 ജൂൺ 6 NCLT ആ ആപ്ലിക്കേഷൻ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ വീഡിയോകോൺ ഇൻഡസ്ട്രീസിന്റെ കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് CIRP ആരംഭിച്ചു. ഇതോടെ ഒരിക്കൽ കോടിക്കണക്കിന് ഉപഭോക്താക്കൾ വിശ്വസിച്ചിരുന്ന ബ്രാൻഡിന്റെ സാമ്പത്തിക നിയന്ത്രണം പ്രൊമോട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇൻസോൾവൻസി റെസൊല്യൂഷനിലേക്ക് പ്രോസസ്സിലേക്ക് മാറി. പക്ഷേ കഥ ഇവിടെ അവസാനിച്ചിരുന്നില്ല. വീഡിയോകോൺ ഗ്രൂപ്പിന്റെ പല കമ്പനികളും ഫൈനാൻഷ്യൽ ഡിസ്ട്രക്ഷനിലായിരുന്നു. അതുകൊണ്ട് പിന്നീട് വീഡിയോകോൺ ഗ്രൂപ്പിലെ 13 കമ്പനീസിന്റെ ഇൻസോൾവൻസി പ്രൊസീഡിംഗ്സ് കൺസിഡറേറ്റ് ചെയ്യാൻ അനുമതി നൽകി. ഇതൊരു ചെറിയ ഫൈനാൻഷ്യൽ പ്രോബ്ലം അല്ലായിരുന്നു, ഒരു മുഴുവൻ ബിസിനസ് എംപയറിന്റെ ഒരു ക്രൈസിസ് ആയിരുന്നു. വീഡിയോകോണിന്റെ ഇൻസോൾവൻസി പ്രോസസ് മുന്നോട്ട് പോകുമ്പോൾ കമ്പനിയുടെ അസറ്റ് എങ്ങനെ മോണിറ്റൈസ് ചെയ്യും, ക്രിയേറ്റേഴ്സിന് പണം എങ്ങനെ തിരിച്ചു നൽകാൻ കഴിയും, ഗ്രൂപ്പിന്റെ വിവിധ ബിസിനസ്സിന് ഇനി വാല്യൂ എന്താണുള്ളത് എന്നിങ്ങനെ നിരവധി ലീഗൽ ആൻഡ് ഫൈനാൻഷ്യൽ ബാറ്റിൽസ് ആരംഭിച്ചു. വീഡിയോകോണിന്റെ ഓയിൽ ആൻഡ് ഗ്യാസ് അസറ്റ് പോലും ഇൻസോൾവൻസി പ്രൊസീഡിംഗ്സിന്റെ ഭാഗമായി പരിഗണിക്കാമെന്നതിനെക്കുറിച്ച് വലിയ നിയമപോരാട്ടങ്ങളുണ്ടായി. ഇത് കണക്കാക്കുന്നത് ഒരു കാര്യമാണ്. ഒരിക്കൽ ഇന്ത്യൻ കൺസ്യൂമർ ഇലക്ട്രോണിക് ജയന്റ് എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു കമ്പനി അവസാനം സ്വന്തം അസറ്റ്, ലയബിലിറ്റീസ്, ക്രെഡിറ്റ് റിസ്ക് എന്നിവയുടെ ചുറ്റിപ്പറ്റിയുള്ള ഇൻസോൾവൻസി പ്രൊസീഡിംഗ്സിന്റെ ഭാഗമായി തീർന്നു. പക്ഷേ വീഡിയോകോണിന്റെ സ്റ്റോറിയിൽ ഏറ്റവും നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ ബ്രാൻഡ് ആയിരിക്കുക മാത്രമല്ല, മാർക്കറ്റ് മാറുമ്പോൾ, ടെക്നോളജി മാറുമ്പോൾ, കൺസ്യൂമർ ബിഹേവിയർ മാറുമ്പോൾ കമ്പനി മാറണം. അതിലും പ്രധാനമായി എക്സ്പെക്ടേഷൻ ഒരു ലിമിറ്റ് വേണം. ഒരു ബിസിനസ് വളരാൻ ഡെപ്റ്റ് ഉപയോഗിക്കുന്നത് തെറ്റല്ല, പക്ഷേ അത് ഡെപ്റ്റിൽ തന്നെ ഉണ്ടാക്കുന്ന റിട്ടേൺസ് കുറയുകയും റീപേയ്മെന്റ് പ്രഷർ കൂടുകയും ചെയ്താൽ ഒരു ഘട്ടത്തിൽ വലിയ എംപയർ പോലും തകരാം. വീഡിയോകോൺ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഒരു കാലത്ത് വീഡിയോകോൺ TV വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് വീഡിയോകോൺ എന്ന പേര് പലർക്കും പല ടെലിവിഷൻ പരസ്യങ്ങളുടെയാണ് ഓർമ്മ. ഒരു ചെറിയ ഇലക്ട്രോണിക്സ് ബിസിനസ്സിൽ നിന്ന് ഒരു വലിയ ഡൈവേഴ്സിഫൈഡ് ബിസിനസ് എംപയറായി മാറുന്ന കഥ ഒടുവിൽ ഇൻസോൾവൻസി പ്രൊസീഡിംഗ്സിലേക്ക് മാറി. വീഡിയോകോണിന്റെ വളർച്ചയ്ക്ക് ഒരു കമ്പനിയുടെ മാത്രം കഥയല്ല. വളർച്ച എത്ര വേഗത്തിലായാലും ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഒരു എംപയർ പോലും തകർന്നു പോയേക്കാം. ഇതാണ് വീഡിയോകോണിന്റെ റൈസ് ആൻഡ് ഫാൾ.